ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിതാ ഗുരുവായൂർ അമ്പലത്തിൽ പോവാണ്. നമ്മുടെ ചെക്കനെ കൊണ്ടാണ്ട പോണേ. ചെക്കൻ മാത്രമൊന്നുമല്ല, അമ്മയുണ്ട്, എല്ലമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഗുരുവായൂർ തൊഴാൻ പോവാണ്. കുറച്ച് നാളായി ഗുരുവായൂർ പോയിട്ട് തൊഴുതിട്ട്. അപ്പോൾ ഇന്നൊന്ന് വണ്ടി കൊണ്ട് പൂജിച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളിൽ കയറി തൊഴാൻ പറ്റിയിരുന്നില്ല അന്ന്. അതാ പിന്നെ ഉള്ളിൽ കയറി തൊഴാനുള്ള ആഗ്രഹം കൊണ്ട് പോവുകയാണ്. അപ്പോൾ പോണ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. എൻ്റെ സ്കൂട്ടീനെ മൂടിയുടെ ആളാ എല്ലാവിധ പണിയിലാണ്. അമ്മേ ഇനിയിപ്പോൾ എവിടുന്ന് കൈ കഴുകാനാ? അവിടെ പൈപ്പുണ്ടല്ലോ അല്ലേ? വലിയമ്മനെ കാണിച്ച വലിയമ്മേനെ കൊല്ലുന്നു പറഞ്ഞിട്ട് അമ്മ വണ്ടിക്ക് ഇതെന്ത് ചെയ്യണേ? സ്കൂട്ടീനെ മൂടിയിട എങ്ങനെ മൂടിയിട? കവറിൻ്റെ ഒരു വിധമായി. അതൊന്ന് കൈയൊക്കെ കഴിയിട എൻ്റെ ശാരദ വരുള്ളൂ. നമ്മളെ എവിടേക്ക് പോണം അമ്മേ? അമ്മേ എവിടേക്ക് പോണ? ഗുരുവായൂർ. ഇതെന്തല്ലേ ഇത്? ഏത് സാധനം? ഗുരുവായൂർ പോണ റൂട്ടാണ് കേട്ടോ. ഈ പുഴയ്ക്കല് ഭാഗത്തെ ഇവര് ഈ പണി കഴിഞ്ഞിട്ട് ഞാൻ ജനിച്ചപ്പോ തൊട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇവിടെ പണി. എനിക്ക് മനസ്സിലാവില്ല എന്താ ബ്ലോക്ക്. ഇപ്പൊ ഞങ്ങൾ ബ്ലോക്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കണ തന്നെ. സത്യത്തിൽ ഞാൻ വിട്ടുപോയി. ഇതെല്ലാവരും ഒന്ന് എങ്ങനെയെങ്കിലും ഈ പണി ഒന്ന് പെട്ടെന്ന് തന്നെ കഴിപ്പിക്കാൻ നോക്കുക. എല്ലാവർക്കും, ബസ്സുകാർക്കും അതെ, യാത്ര പോണ ആൾക്കാർക്കും അതെ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കോഴിക്കോടൊക്കെ ഈ റൂട്ടാണ് നമ്മൾ പോവാറ്. വേറെ റൂട്ടുണ്ട്, പക്ഷെ ഈ റൂട്ടാകുമ്പോൾ നമുക്ക് വേഗം എളുപ്പത്തിന് എത്താന്ന് വെച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ ഇങ്ങനെ ബ്ലോക്കായി എങ്ങനെ പോവാ? എറണാകുളം വരുന്നത്, കോഴിക്കോട് നിന്നൊക്കെ വരുന്ന വണ്ടികളാണ്. പക്ഷെ അവർക്കൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. നേരം വൈകലും കാര്യങ്ങളൊക്കെ. പിന്നെ ബസ് പാഞ്ഞു വരുമ്പോൾ ആൾക്കാരെ ഇടിക്കലും കാര്യങ്ങളൊക്കെ. എങ്ങനെ ഇവർ ഇവിടുന്ന് പതുക്കെ കഴിഞ്ഞിട്ടാണല്ലോ അവിടെ എത്തുന്നത്. എങ്ങനെയും അധികൃതരൊക്കെ ഒന്ന് പെട്ടെന്ന് ഇതൊന്ന് ശരിയാക്കിയാൽ ഉപകാരമാവും. അങ്ങനെ നമ്മളിതാ ഗുരുവായൂരെത്തി. എത്താനായിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് കുറച്ച് നടക്കണം. നടന്നിട്ടാണ് പോകണമെങ്കിൽ. നമ്മളിവിടെ പാർക്ക് ചെയ്യാനായിട്ട് 50 രൂപ കൊടുത്തു. 50 രൂപ എന്താല്ലേ ഗൈസ്? ഇവിടെ നമ്മുടെ ആനകളുടെ രണ്ടാളുടെ ഒരാളുണ്ട്, ഇവിടെ ഒരു ആനയുണ്ട്. കണ്ടോ കണ്ടോ? കിടക്കണേ. അമ്മ വീട്ടുകാര് നടന്ന് നല്ല കടവിൽ നോക്കി നടക്കുന്നുണ്ട്. ഇതൊക്കെ പൊറുക്കുണ്ടല്ലോ ദൈവമേ. കൃഷ്ണനെയൊക്കെ കണ്ടാക്കാൻ വേണ്ട. ഗൈസ്, അങ്ങനെ നമ്മൾ ഭഗവാനെ തൊഴുതു. മനസ്സറിഞ്ഞ് തൊഴാനും പറ്റി. അതുപോലെ തന്നെ പ്രസാദം കൂട്ടും കഴിക്കാൻ പറ്റി. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളിവിടെ നിന്ന് ഇറങ്ങാണ് ഗൈസ്. ഗൈസ് അങ്ങനെ എന്നെ കണ്ടോ? തൊഴുതു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നന്നായി മനസ്സറിഞ്ഞ് തൊഴാനും പറ്റി. അതുപോലെ തന്നെ ഫുഡ് പ്രസാദം കഴിക്കാൻ പറ്റി. ഭഗവാന്റെ നമ്മളിതാ ചുറ്റും അമ്പലം നടന്ന് കാണാൻ പോവാണ്. ഇതാണ് കേട്ടോ നമ്മുടെ കുളം കാണിച്ചു കൊടുക്കും. കുളിക്കണ്ടോ ആൾക്കാർ? അത് കാണിച്ചു കൊടുക്കണ്ട കേട്ടോ. മതി, ഓഫ് ചെയ്തോ. ഞാൻ അവിടെ പോയിട്ട് കാണിക്കാൻ ബാക്കി. ഗൈസ് ആന ഏതാന എനിക്കറിയാം. ഇവിടെ നിന്നാ മതി. ഫോട്ടോ എടുത്തരൂ. മതി ഫോട്ടോ. അങ്ങനെ ആനേനെയൊക്കെ കണ്ടു നടക്കും. ആനയ്ക്ക് ദേഷ്യം വരുന്നത് നമ്മളോട് ആര് പറഞ്ഞു? കൃഷ്ണ ഗുരുവായൂർ നോക്കിയേ. അമ്മേനെ കാണിച്ചു നോക്കിയേ. നോക്ക്, ലൂസാണ് ഗൈസ്. അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങിയപ്പോൾ കുറേ പേര് വന്ന് സംസാരിക്കും. അതുപോലെ ഫോട്ടോ എടുക്കും. കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വീടൊക്കെ ശരിയായെന്നൊക്കെ കുറേ പേര് സംസാരിച്ചു കേട്ടോ. അത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അവരൊന്ന് സംസാരിക്കും. ഇപ്പോഴും ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് അവരിപ്പോൾ മറന്നിട്ടൊന്നുമില്ല. നന്ദന എന്ന് പറഞ്ഞാൽ ആളെ എല്ലാവർക്കും അറിയുന്നുണ്ടല്ലോ. അതന്നെ വലിയൊരു കാര്യമാണ്. ബിഗ് ബോസിലൂടെയാണ് എന്നെ അറിഞ്ഞു തുടങ്ങിയത് തന്നെ. അപ്പോൾ അതിലൂടെ തന്നെ ഇപ്പോഴും ആൾക്കാർ പറയുന്നു, ഇപ്പോൾ സീരിയലിലുള്ള കുട്ടി എന്നൊക്കെ പറയാൻ. ബിഗ് ബോസിനായിട്ട് ഇതിൽ സീരിയലിലുള്ള അമ്മമാരും കുറേ അമ്മമാരൊക്കെ വന്നിട്ട് സീരിയലിലുള്ള മോളെന്നൊക്കെ വന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തരിക. ഭയങ്കര സന്തോഷമൊക്കെ. അത് ഭയങ്കര ഒരു എനർജിയാണ് അതൊക്കെ. നമുക്ക് അവർ വന്ന് ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ്. അമ്മ കൃഷ്ണനെ വാങ്ങാനുള്ള ഓട്ടത്തിലാണ്. എവിടെ പോയാലും എൻ്റെ വണ്ടി മൊത്തം അമ്പലാക്കി നടക്കണം അമ്മ. ആറ് ഒരു അമ്പലമാക്കി എടുക്കുന്ന എൻ്റെ അമ്മ. വേണം വേണം.
വലുത് വേണം വലുത് വേണ്ട മറ്റേ കാർ മുട്ടിക്കണ അങ്ങനത്തെ സംഭവം ഉണ്ടോ ചേട്ടാ? ഇല്ല, ഒട്ടിച്ച് തരാമില്ല. ഒട്ടിച്ച് തരുന്നു. ഇത് ഫേമസ് ആയിട്ടുള്ള കോൾഡ് കോഫിയുടെ ഷോപ്പാണ്. ഞാൻ കാണിച്ചത് കണ്ടോ. ഈ കോൾഡ് കോഫി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് പോകുന്നില്ല. നമ്മൾ ഈ പീല് വാങ്ങിയതല്ല കേട്ടോ. പീല് ഇവിടുന്ന് ചേട്ടൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ ചേട്ടൻ പീല് തന്നു, ഫോട്ടോ എടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ അവിടെ കൊടുക്കാൻ പോയി ഗൈസ്. ചേട്ടൻ കൊടുത്തോളൂ. അമ്മയുടെ കയ്യിൽ നമ്മൾ നാളെ അടയ്ക്കാം. ഞാൻ എൻ്റെ പ്രസാദം കൂടി കൊടുത്തു അമ്മയ്ക്ക്. എന്നിട്ട് അമ്മയ്ക്ക് വിഷമം മാറിയിട്ടില്ല. അവരെ മസാല ദോശ കഴിക്കാം. മസാല ദോശ കഴിക്കാം. അങ്ങോട്ട് വന്നോളാം. മസാല ദോശ എൻ്റെ കൂടി പകുതി കൂടി കൊടുത്തു. മാറിയിട്ടില്ലായിരുന്നു. വെല്ലുമ്മിക്ക് മാറിയിട്ടില്ലായിരുന്നു. വയറുകടത്ത് വന്നേക്കണം ഗൈസ്. നമുക്ക് എല്ലാവർക്കും കൊടുക്കണം ഗൈസ്. അങ്ങനെ നമ്മൾ അവിടുന്ന് തൊഴുതിറങ്ങി. ഇനി നമ്മൾ അമ്മയ്ക്ക് മസാല ദോശ കഴിക്കാൻ. അമ്മ ഗർഭിണിയാണ് ഗൈസ്. ഗർഭിണി. തൊടാം. ഒരു മിനിറ്റ്. ഞാൻ വണ്ടിക്ക് ചന്ദനം തൊട്ട് കൊടുക്കാനായിട്ട് ചന്ദനം മേടിച്ചേക്കാണ്. നമ്മൾ ഇനി ഹോട്ടലിലേക്ക് പോകുമ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാം. ഗൈസ്, അമ്മ മേടിച്ച നമ്മുടെ കുഞ്ഞികൃഷ്ണനെ നമ്മൾ കാറിൽ ഇനി വെക്കാനുള്ള അങ്ങോട്ട് കാണിച്ചു കൊടുക്കൂ. നിറയെ ദൈവം കൃഷ്ണനൊക്കെ ഉണ്ട് കേട്ടോ. കൃഷ്ണനും ഗണപതിയൊക്കെ ഉണ്ട്. അത് വെക്കാം. അടുത്ത കൃഷ്ണനെ നമ്മൾ ഒട്ടിച്ച് ഔപചാരികമായി ചടങ്ങ് പൂർത്തിയാക്കുകയാണ്. ഇങ്ങോട്ട് കൊണ്ടുവരൂ ക്യാമറ അച്ഛൻ. ഒരു മിനിറ്റ് കേട്ടാ. ഇവിടെ ഒട്ടിച്ചാൽ മതില്ലേ? നമ്മൾ കാറിന് ചാവിക്ക് നമ്മൾ ഹനുമാൻ സ്വാമിനെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒന്നിനും കുറവ് വേണ്ട. ഞാൻ അടുത്തത് ജീവനും മുരുകനും അയ്യപ്പനും എല്ലാവരും വാങ്ങേണ്ടി വരും ഗൈസ്. നമ്മൾ ഈ ഒരു വണ്ടി നമ്മളൊരു അമ്പലാക്കും. കാണിക്കൂ. ആ അമ്പലാക്കുന്നൊരു അമ്മൂമ്മനെ കാണിക്കൂ. എടുക്കൂന്നോ? വന്നിട്ട് അമ്മ ഇടയ്ക്ക് ബ്രാഹ്മണനാവാറുണ്ട്. ബ്രാഹ്മണ സ്ത്രീ എങ്ങടാണ്? പോട്ടെ, നമുക്ക് മസാല ദോശ കഴിക്കാനാണോ പോകുന്നത്? മസാല ദോശ കഴിക്കാനാണ് പോകുന്നത്. എന്താണ് പെട്രോൾ അടിക്കണമൊക്കെ? നമുക്ക് ഇന്ന് പെട്രോൾ നമ്മ പറയുന്നു. ഇവിടെ നിമ്മൂലും ഇരിക്കുന്നുണ്ട്. എന്താ നിമ്മ കണ്ട? കാണിക്കണ്ടെന്നുണ്ട് ഞാൻ കാണിക്കും. വണ്ടി എടുക്കണമെങ്കിൽ എത്ര നേരം അറിയാം. അവരൊക്കെ വന്നിട്ട് തടഞ്ഞിട്ട് വേണം പോവാൻ. ഈ മസാല ദോശ കഴിക്കാനായിട്ട് ഒരു കട പോലും കാണാത്തതിന്റെ സങ്കടത്തിലാണ്. നമ്മളിപ്പോ എവിടെയോ ഒരു സ്ഥലത്ത് എത്തിണ്ട്. ഇത് അത് ഹോട്ടൽ ഒന്നല്ല തോന്നുന്നുണ്ട്. ബർഗർ അവിടെ ഹോട്ടലില്ലാത്തതിന്റെ വിഷമത്തിലാണ്. കരയണ്ട, എവിടെയെങ്കിലും കാണും ഹോട്ടല്. ഭാരത് ഹോട്ടലിൽ പോയി വീട്ടിൽ പോയിട്ട് ചോറുണ്ടാകുന്ന പറഞ്ഞ നല്ല മാമ്പഴ കൂട്ടാനും ഉരുളക്കിഴങ്ങും ഉപ്പേരിയും വെച്ചിട്ടുണ്ട്. ഈ ചക്കക്കുരു കുറച്ച് കഴിഞ്ഞാൽ പുഴുങ്ങണം. നമ്മൾ ഇനി അമ്മ പറഞ്ഞിട്ട് തൃശ്ശൂർ ഭാരത് ഹോട്ടലിൽ നിന്ന് മസാല ദോശ കഴിച്ചിട്ട് പോകും. ഞാൻ പറയാൻ വിട്ടുപോയിട്ട് ഇവിടെ ഒരു നല്ല പള്ളിയുണ്ട്. നല്ല അടിപൊളി പള്ളിയാണ്. കാണേണ്ടത് നിങ്ങൾക്ക് അറിയില്ല. ഒരു ക്ലാസ് എടുത്തുപോ. അവിടെ ഒരു പള്ളി കാണണ്ടോ ഗൈസ്? കാണണ്ടോന്ന് അറിയില്ല. നല്ല പള്ളി, നല്ല ഭംഗിയുള്ള പള്ളി കാണാം. കണ്ടോ? ഇത് എവിടെയോ ആണ് സ്ഥലം. പറവൂരൊക്കെ കഴിഞ്ഞില്ലേ? എന്താണ്? അതെ, സഹിച്ചോ ഗൈസ്. അങ്ങനെ നമുക്കൊരു ഹോട്ടൽ കിട്ടിയിരിക്കുകയാണ്. തൃശ്ശൂര് ഭാരത് ഹോട്ടലിലേക്ക് പോവാണ്. രാധാകൃഷ്ണൻ അടച്ചിട്ടുണ്ടാവും തോന്നുന്നു. നമ്മളിപ്പോൾ ഭാരതിക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അടച്ചിട്ടില്ലേ, 10 മണി വരെ ഉണ്ടാവുന്നു. ഇപ്പോൾ പുഴയ്ക്കൽ എത്തണുള്ളൂ. നല്ല ബ്ലോക്ക് ഉണ്ട്. ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചില്ല. ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്താൻ പോകുന്നത്. അമ്മയ്ക്ക് മസാല ദോശ ചോറുണ്ടിട്ട് വരുന്ന അറിയാത്ത അമ്മയ്ക്ക് മസാല ദോശ കഴിക്കാൻ എന്താ ഭാരത് ഹോട്ടലിലേക്ക് തിരിച്ചു. ഇവിടെ അങ്ങോട്ട് റൈറ്റ് കഴിഞ്ഞാൽ നമ്മുടെ വീടെത്തും. പക്ഷെ ഭാരത് ഹോട്ടലിലേക്ക് തിരിച്ചു ഇങ്ങനെ നല്ല ദൂരം ഇവിടെ അങ്ങോട്ട് പോയി. അക്ഷയില് മസാല ദോശ വേണ്ട ഈ സമയത്ത്. ഒരാള് പൊട്ടാന്ന് കേക്കണ്ട. അക്ഷയക്കാരെ അടിച്ച് മൂലക്കിടന്നെ. ഗൈസ്, നമ്മള് ശരവണ ഭവൻ കണ്ടപ്പോൾ ശരവണ ഭവനിലേക്ക് കയറ്റി ഗൈസ്. എന്തിട്ടാ ഭാരത് മാറ്റിയതാ. ഇപ്പോൾ ശരവണ ഭവനിൽ നമ്മൾ കഴിക്കാൻ കയറി കണ്ട്. ഇവിടുത്തെ മസാല ദോശ ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ട്രൈ ചെയ്തിട്ടൊന്നുമില്ല. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. നമ്മൾ വന്നു കൃഷ്ണനെ മേടിച്ചു. എന്നെ നോക്കിയിട്ടല്ല ക്യാമറയ്ക്ക് നോക്ക്. കൃഷ്ണൻ ഇപ്പോൾ പിടിക്കാന്നാണ് ഭക്ഷണം കഴിക്കാൻ. എന്ത് കഴിക്കും? ഇപ്പൊ ചോറുണ്ടല്ലേ അവിടെ നിന്ന്? പിന്നെന്താ? ഇതാണ് അമ്മയുടെ ചേച്ചി. ഒരു വില ഫേസ് കട്ടുണ്ടോ രണ്ടാളും തമ്മിൽ? ഇതൊന്നുമല്ലേ ഒരു ഫേസ് ഗ്രാമവാസി. ഇതിൽ കണ്ണൊക്കെ ഫോട്ടോയിൽ കണ്ണൊക്കെ വേണം. ഫോട്ടോയിൽ കണ്ണൊക്കെ വേണം.
മീൽസ് ഉണ്ട്, മീൽസ് വെജ് മീൽസ്. ശരവണ ഭവനിലേക്ക് വന്നു. ഓൻ്റെ അമ്മയെ പിടിക്ക്. ശരവണ ഭവൻ. നീ ശരവണ ഭവൻ കറക്റ്റ്. നീ പോയി പറഞ്ഞ കറക്റ്റ് അത് പറയില്ല. നീ പോയി പറയട്ടോ. എത്ര നേരം? അയ്യോ അമ്മയുടെ മസാല ദോശ വന്ന് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. വടയിക്കണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും വടയുണ്ടോ? എന്താ ടേസ്റ്റ് ഉണ്ടാ? കഴിച്ചോക്ക്. ടേസ്റ്റ് ഉണ്ടാ? മസാല ദോശ ഇല്ല, അതിൻ്റെ ഉള്ള മസാല ഇല്ലേ? കാണാനില്ലല്ലോ. കഴിക്കട്ടെ ഗൈസ്, നമ്മൾ കഴിക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മുടെ ശരവണ ഭവൻ പൂങ്കുന്നുള്ള റെസ്റ്റോറൻറ്റ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത്. നല്ല ഫുഡായിരുന്നു, ദോശയും കാര്യങ്ങളൊക്കെ അടിപൊളി ദോശയായിരുന്നു. പക്ഷേ ഇവരുടെ ഒരു സ്കാം, ഞാൻ പറ്റിക്കപ്പെട്ടു, നമ്മളെല്ലാവരും പറ്റിക്കപ്പെട്ടു എന്നുള്ളൊരു അവസ്ഥയും. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മസാല ദോശ മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ ഒരു വട വെച്ചപ്പോൾ വിചാരിച്ചു കോംപ്ലിമെൻ്ററി ആണ്, പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ ഒപ്പം നോർമൽ വട ഇരുന്നോട്ടെ എന്ന് വെച്ചു. ബില്ല് വന്നപ്പോൾ വടയുടെ പൈസ ഞാൻ നോക്കി. ഞാൻ അപ്പം തന്നെ പറഞ്ഞു, ബില്ല് വരുമ്പോൾ വടയുടെ പൈസ ഉണ്ടെങ്കിൽ ഞാൻ അത് എന്തായാലും ചോദിക്കൂട്ടോ എന്ന് പറഞ്ഞു. ബില്ല് വന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ വടയുടെ പൈസ ഇരിക്കുന്നു. അപ്പോൾ ഒരു പറഞ്ഞു വടയുടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ മസാല ദോശയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ പനീർ ദോശ പറഞ്ഞു, അമ്മ മസാല ദോശ പറഞ്ഞു, വലിയ നെയ് റോസ്റ്റ്, അങ്ങനെ ദോശകൾ പറഞ്ഞു. പക്ഷേ ഇവർ പറയണത് നമ്മൾ വടയുടെ കൂടെ വട ഓൾറെഡി അതുമല്ല, ഇവിടുത്തെ തൃശ്ശൂരിലെ പകുതി ഹോട്ടലുകാരും വെക്കുന്നുണ്ട്. ഇവർ വർഷങ്ങളായിട്ട് തുടങ്ങിയിട്ട് ഇവരെല്ലാ സ്ഥലത്തും വട വെക്കുന്നുണ്ട്. ഇവർ സ്കാം, നമ്മളെ വീട്ടിൽ സാമ്പാർ വെക്കുന്നുണ്ട്. നമ്മുടെ മസാല ദോശ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇപ്പോൾ സാമ്പാർ ചട്നിയൊക്കെ ഉണ്ട്. അതപ്പോൾ അവർ കൊണ്ടുവയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു പേയ്മെൻറ്റ് പറയില്ലേ ലാസ്റ്റ്. എനിക്കിത് മനസ്സിലായില്ല എന്താ സംഭവം എന്നുള്ളത്. എന്നിട്ട് നമ്മളിപ്പോൾ രാധാകൃഷ്ണ ഹോട്ടലായാലും ഭാരത് ഹോട്ടലായാലും അവർ പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഇപ്പോൾ വട വേണം കേട്ടോ എന്ന് പറഞ്ഞാൽ മാത്രം 2 വട അല്ലെങ്കിൽ 1 വട എക്സ്ട്രാ വെക്കും. അതിനുള്ള പേയ്മെന്റ് നമ്മൾ കൊടുക്കണം. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇവർ ഓൾറെഡി വെച്ച് കഴിഞ്ഞിട്ട് നമ്മളോട് ബില്ലെന്ന് പറയുന്നു. നമ്മൾ ഓർഡർ ചെയ്യാത്ത സാധനമാണ് ഇവർ വെക്കണത്. അതൊരു വളരെ മോശമാണ്. അവർ ഇനി നിങ്ങൾ പോയിട്ടാ പെടരുത്. നിങ്ങൾ മസാല ദോശയോടൊപ്പം നല്ല ഫുഡാണ്, ഞാൻ മോശമായിട്ടൊരു കാര്യം പറയില്ല. പക്ഷേ അവർ വട വെച്ചിട്ട് നമ്മളെ പറ്റിക്കപ്പെടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ ഒപ്പം തന്നെ വടയുടെ പൈസയും GST എല്ലാ കാര്യങ്ങളും കൂടിയിട്ട് ഒരു അത്യാവശ്യം ബില്ല് നമുക്ക് വരും. നിങ്ങൾ ശ്രദ്ധിക്കുക, ആര് എന്ത് ഹോട്ടലിൽ കയറുകയാണെങ്കിലും നിങ്ങൾ ഇതിപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യാത്ത സാധനം അവിടെ വെച്ചിട്ട് ഞാനോ പെട്ടു. ഈ ശരവണ ഭവനിൽ പ്രത്യേകിച്ച് അവരുടെ ഏത് ഹോട്ടലിൽ കയറുകയാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂട്ടോ. അവർ വട വെച്ച് നമ്മളെ വട മാത്രമല്ല വേറെ വല്ല ഐറ്റംസ് ഒക്കെ ഒരു വെക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ഓർഡർ ചെയ്യാത്ത സാധനങ്ങളൊക്കെ വെച്ചിട്ട് കഴിക്കൂ. ഞാനാണെങ്കിൽ വട വേസ്റ്റ് ആക്കും ചെയ്തു. ഞാൻ മസാല ദോശ കഴിച്ചപ്പോൾ ഫുള്ളായിട്ട് വയറ് നിറഞ്ഞു. എന്നിട്ട് ഞാൻ എൻ്റെ വട അമ്മയ്ക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അമ്മയ്ക്ക് അധികം 2 വടയൊക്കെ മനുഷ്യന്മാർക്ക് കഴിക്കാൻ പറ്റും. ഒരു മസാല ദോശയും വടയും എല്ലാം കൂടിയിട്ട് കുത്തി നിറയ്ക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ശ്രദ്ധിക്കുക ഗൈസ് നിങ്ങൾ എല്ലാവരും. ഞാനോ പെട്ടു. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിതാ ഗുരുവായൂർ തൊഴുതു വീട്ടിൽ വന്ന് കയറി മസാല ദോശ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അംഗപ്പെട്ട് കണ്ടില്ലേ, എല്ലാം കഴിഞ്ഞു നമ്മളെത്തി. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഉള്ളൂ, അത്ര ലോങ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല. ചെറിയ വീഡിയോ, ഗുരുവായൂരിൻ്റെ ഭംഗിയും എല്ലാം കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.